ഹലോ, ഇതാണ് ഉണ്ണിപ്പിണ്ടി. നമ്മുടെ നാട്ടിൽ ഇതിന് ഉണ്ണിപ്പിണ്ടി എന്നാട്ടോ പറയുന്നത്. വേറെ സ്ഥലത്ത് എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇതെന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന വാഴയില്ലേ, വാഴ കൊലയുണ്ടായി കൊല വെട്ടിയതിന് ശേഷം നമ്മളതിൻ്റെ പിണ്ടി വെട്ടിയെടുക്കും. എന്നിട്ട് അതിൻ്റെ പോളൊക്കെ പൊളിച്ച് ഏറ്റവും ഉള്ളിലുണ്ടാവുന്നൊരു തണ്ടാണ് ഇത്. ഇത് നമുക്ക് കറി വെച്ചിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് അതുമ്പോൾ ഒരു ഞാരുണ്ടാവും. ആ ഞാര് നമ്മൾ കൈ വെച്ചിട്ട് കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ മുറിക്കും. എന്നിട്ട് പിന്നെയും അതിനെ കുറച്ചും കൂടെ കുഞ്ഞായിട്ട് മുറിച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. ഇതാ കണ്ടോ അമ്മ ചെയ്യുന്നത്. റൗണ്ടായിട്ടുള്ളതിൽ നിന്ന് ഞാരിങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ പിന്നെയും ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്യും. എന്നിട്ട് നമ്മളതിനെ പരിപ്പോ മുതിരയോ പയറോ നമുക്ക് എന്താണ് ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ടിട്ട് കറി വയ്ക്കാം കേട്ടോ. ഇനി ഇതൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് കറി വെച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എല്ലാ വാഴേൻ്റെയും പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ ചെറിയൊരു പഴം ഉണ്ടാവില്ലേ, അതിൻ്റെ പിണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റോബസ്റ്റ് പഴത്തിൻ്റെ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇത് കണ്ടോ, പരിപ്പിട്ട് കറി വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഞാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ വയറിനൊക്കെ ഇതൊരു നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി എല്ലാവരും ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ണിപ്പിണ്ടി കറിയാണ് കേട്ടോ.